തിരൂരിനെ സംബന്ധിച്ച് വളരെ മനോഹരമായിട്ടുള്ളൊരു ഭൂപ്രകൃതി അവകാശപ്പെടാവുന്ന ഒരു മണ്ഡലം കൂടിയാണ്. പ്രത്യേകിച്ച് ഇവിടെ പുഴയുണ്ട്, അതുപോലെ തന്നെ കടലുണ്ട്. ഇതിനെയെല്ലാം ബന്ധിപ്പിച്ചുകൊണ്ടുള്ള വിനോദസഞ്ചാര പദ്ധതികൾ മനസ്സിലുണ്ടാവും തീർച്ചയായിട്ടും. തിരൂരിലേക്ക് എത്തുന്ന മറ്റ് ജില്ലകളിൽ നിന്നുള്ളവർ തിരൂര് വഴി കടന്നു പോകുന്നു. പ്രത്യേകിച്ച് ഇത് കോഴിക്കോടും കണ്ണൂരിലേക്കുമുള്ള ഒരു പ്രധാന പാത കൂടിയാണ്. വിനോദസഞ്ചാര മേഖലയിൽ ഈ മണ്ഡലത്തിൽ എന്തൊക്കെ പുരോഗതിയാണ് താങ്കളുടെ മനസ്സിലുള്ളത്? വിനോദസഞ്ചാര മേഖല എന്നതിലപ്പുറം ഈ നാട്ടിലെ ജനങ്ങൾക്ക് തന്നെ അത് ആസ്വദിക്കാനുള്ള സാധനം ആദ്യം വേണം. തിരൂർ പൊന്നാനി പുഴയുടെ നവീകരണം അത് നമ്മൾ ഉറപ്പുവരുത്തും. അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. നമ്മൾ തിരൂരിൽ മുനിസിപ്പൽ വൈസ് ചെയർമാൻ ഇരിക്കുന്ന കാലത്ത് മാസ്റ്റർ പ്ലാൻ നമ്മൾ തയ്യാറുണ്ട്. തിരൂരിൻ്റെ വികസനം എങ്ങനെ ആയിരിക്കണമെന്ന്. ആ മാസ്റ്റർ പ്ലാൻ്റെ അടിസ്ഥാനത്തിൽ സ്ഥലം വരെ നമ്മൾ ഏറ്റെടുത്ത ഈ നഗരസഭയിൽ അതിനാവശ്യമുള്ള സ്ഥലം വരെ ഏറ്റെടുത്തിട്ടുണ്ട്. 24 ഏക്കർ സ്ഥലം. അവിടെ പുതിയ പദ്ധതികൾ ആരംഭിക്കും. അപ്പോൾ ഈ കാര്യത്തിൽ കൃത്യമായൊരു ധാരണ നമുക്കുണ്ട്. അന്ന് വിഷൻ 21 എന്നുള്ള പേരിലാണ് നമ്മൾ നടപ്പിലാക്കിയെങ്കിലും പിന്നീട് രാഷ്ട്രീയപരമായിട്ടുള്ള സാഹചര്യങ്ങൾ കൊണ്ട് നമുക്കത് നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ ഇന്ന് ആ കാര്യം അത് കൃത്യമായിട്ട് ഇടപെടാനും പ്രകൃതിയെ കൃത്യമായി സംരക്ഷിച്ചുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും കാര്യങ്ങൾ ഏറ്റവും ആസ്വാദകരമായി ഈ ജില്ലയിലെ ആളുകൾക്ക് വരാൻ പറ്റുന്ന ബീച്ച്, അതുകൊണ്ട് അനുമതിയുള്ള സൗകര്യം. ഇപ്പോൾ താനൂരിൽ നമ്മൾ ഉണ്ണിയാൽ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റിയിട്ടുണ്ട്. വലിയൊരു സംവിധാനമാണ്, രസകരമാണ്, നിങ്ങൾ പോയാൽ കാണാം. അതേപോലെ തന്നെ വ്യത്യസ്തങ്ങളായ പദ്ധതികൾ നടപ്പിലാക്കാൻ നമുക്കുള്ള പദ്ധതികളുണ്ട്. അത് ഈ സർക്കാർ നമ്മോടൊപ്പം തന്നെ വരുമെന്നുള്ളതാണ് ഭൂരിപക്ഷം ജനങ്ങളും ആഗ്രഹിക്കുന്നത്. അത് വന്നു കഴിഞ്ഞാൽ തിരൂരിലെ വിനോദസഞ്ചാര മേഖല അത് ഏറ്റവും ഉയർന്ന നിലവാരത്തിലേക്ക് അത് മാറും. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ക്ഷേത്രങ്ങളുള്ള ഒരു നാടാണ് തിരൂരിനോട് ചേർന്നുള്ള അവിടങ്ങളിൽ അതിൻ്റെ ഒരു സർക്യൂട്ട് ഉണ്ടാക്കാൻ ഉള്ള ശ്രമം നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവും. ആ സർക്യൂട്ടിലൂടെ ധാരാളം തീർത്ഥാടകരെ ആകർഷിക്കാൻ നമുക്ക് കഴിയും. തിരൂരെന്ന നാടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ വളരെ കുട്ടിക്കാലം തൊട്ടേ പഠിക്കുന്നത് മലയാള ഭാഷയുടെ പിതാവായിട്ടുള്ള തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെ ജന്മനാട് എന്ന രീതിയിലാണ്. അപ്പോൾ അവിടെ നമുക്കൊരു ഭാഷാ സർവകലാശാലയുണ്ട്. അതിനപ്പുറം ഈ നാടിൻ്റെ ഒരു ചരിത്രപരമായിട്ടുള്ള ഒരു പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ടുള്ള, പ്രത്യേകിച്ചും ഈ ഭാഷാ സർവകലാശാലയ്ക്ക് അപ്പുറമുള്ള മറ്റ് പ്രവർത്തനങ്ങളും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണ്? തുഞ്ചത്തെഴുത്തച്ഛൻ്റെ പേരിൽ ഒരു സർവകലാശാല മലയാളം ഭാഷയ്ക്ക് വേണ്ടി വരണമെന്ന് ആദ്യമായി ഉന്നയിക്കുകയും അതിനാവശ്യമായുള്ള ഒരു ടോക്കൺ മണി തിരൂർ മുനിസിപ്പൽ ബഡ്ജറ്റിൽ വെച്ച അന്നത്തെ വൈസ് ചെയർമാനാണ്. അങ്ങനെയാണ് ഇതിന് തുടക്കം കുറിക്കുന്നത്. പലരും ആവശ്യപ്പെട്ടിരുന്നെങ്കിലും ഔദ്യോഗികമായുള്ള തുടക്കം ആ ടോക്കൺ മണിയിൽ നിന്നാണ്. അതിനുശേഷം ഇപ്പോൾ ഭൂമി ഏറ്റെടുത്തു. അതിൻ്റെ പേരിൽ ആരോപണങ്ങൾ ഉന്നയിക്കാൻ മാത്രമാണ് ഇവിടുത്തെ പ്രതിപക്ഷം ശ്രമിച്ചത്. അതിൻ്റെ താല്പര്യം എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. പൊള്ളയായുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുക. പക്ഷേ ആ ഒരു തുഞ്ചൻ സർവകലാശാലയുടെ പഴയ കെട്ടിടത്തിലാണ് ഇപ്പോൾ, താൽക്കാലിക കെട്ടിടത്തിൽ എപ്പോഴും അത് നിൽക്കും. ആ കെട്ടിടം യാഥാർത്ഥ്യമാണ്. അത് വരുന്നതോടുകൂടി തന്നെ എഴുത്തച്ഛൻ തുഞ്ചൻ മഠത്തിൻ്റെ ഒക്കെ പ്രത്യേകതകൾ എന്താണെന്ന് ലോകം ഇപ്പോൾ തന്നെ അറിഞ്ഞതാണ്. അതിലൂടെ ആ സർവകലാശാല, മലയാളം സർവകലാശാലയുടെ സംസ്ഥാന മന്ദിരം നിർമ്മിക്കുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ടോക്കൺ മണിയിൽ നിന്ന് വന്നതാണ്. ഇന്നും ഇന്നലെയും വന്നതല്ല. സ്ഥലമൊക്കെ എടുക്കുന്നതിന് മുമ്പ് തന്നെ പലർക്കും അറിയാത്തതാണ്, പല പുതിയ തലമുറക്കും അറിയാത്തൊരു കാര്യമാണ്. അന്ന് ഒരു നഗരസഭയിൽ 50,000 രൂപ ടോക്കൺ മണി വെച്ച് തുടങ്ങിയതാണ് ഈ മലയാളം സർവകലാശാലയുടെ പ്രവർത്തനങ്ങൾ. അത് പൂർത്തീകരിക്കുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചോളം എൻ്റെ ദൗത്യമായി കാണുന്നത്. പലപ്പോഴും ഇവിടെ വന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രതിപക്ഷ MLA-മാരാണ് ഈ 10 വർഷം ഉണ്ടായത്. അവരുടെ ഭാഗത്തുനിന്ന് ഒരു രീതിയിലുള്ള ഉത്സാഹവും അതിലുണ്ടായിട്ടില്ല, ഒരു ശ്രമവും ഉണ്ടായിട്ടില്ലാത്തതുകൊണ്ടാണ് പണം അനുവദിച്ചാണ്. ഒന്നാം ഘട്ടമായി 125 കോടി അനുവദിച്ചാണ്. അത് ഉപയോഗിക്കാൻ പോലും ഇവർക്ക് കഴിഞ്ഞിട്ടില്ല. അവരെടുക്കണ്ടേ? ഇപ്പം ഞാൻ പറഞ്ഞത് ചില റോഡുകളുടെ കാര്യം ഞാൻ പറഞ്ഞത്, അവിടെ വലിയൊരു കുറവുണ്ട്. അത് നമ്മൾ പരിഹരിക്കും. തിരൂരിൻ്റെ മുഖമുദ്രായി തുഞ്ചൻ്റെ പേരിലുള്ള സർവകലാശാല, മലയാളത്തിൻ്റെ പേരിലുള്ള സർവകലാശാല യാഥാർത്ഥ്യമാണ്. അതൊരു സംശയം വേണ്ട, അത് നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം. അപ്പോൾ അതോടൊപ്പം തന്നെ ഏറ്റവും പ്രകൃതി രമണീയമായ സ്ഥലത്താണ് അത് ഉണ്ടാക്കാൻ. ആ ഭൂമിയുടെ സൗന്ദര്യം നിലനിർത്തിക്കൊണ്ട് തന്നെ അവിടെ സർവകലാശാല പണിയുക എന്നുള്ളതാണ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ, ഈ പുഴയുടെ സൗന്ദര്യം നിലനിർത്തിക്കൊണ്ട് തന്നെ ആ സർവകലാശാല ഏറ്റവും നല്ല രീതിയിൽ പൂർത്തീകരിക്കുക എന്നുള്ളത് ദൗത്യമായി തന്നെ നമ്മൾ ഏറ്റെടുക്കും. തിരൂര് ടൗൺ എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും വലിയൊരു വാണിജ്യ കേന്ദ്രം കൂടിയാണ്. ഇപ്പോൾ ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ കാര്യത്തിലാണെങ്കിലും മറ്റ് ഒരുപാട് കാര്യങ്ങളിലാണെങ്കിലും. അപ്പോൾ പലപ്പോഴും മറ്റ് പല സ്ഥലങ്ങളും വികസിക്കുകയും നഗരം പലപ്പോഴും വികസിക്കാൻ പറ്റാതെ അവിടെ ജനസാന്ദ്രത കൂടി വരികയും അവിടെ കടമുറികൾ കൂടി വരികയൊക്കെ ചെയ്യുമ്പോഴും അവിടെ മാത്രം വികസിക്കാൻ പറ്റാത്തൊരവസ്ഥ കേരളത്തിലെ പല പട്ടണങ്ങളിലുണ്ട്. തിരൂർ നഗരം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു വികസന രേഖ നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് ആ രേഖ നമ്മളെ കയ്യിലിരിക്കുകയാണ്. ഇപ്പോൾ അതിന് കാലോചിതമായ മാറ്റങ്ങൾ ഉണ്ടായിരിക്കണം. ഇപ്പൊ അങ്ങ് പറഞ്ഞ ഈ മാർക്കറ്റ്
ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ വേണം. അതിന് തൊട്ടടുത്താണ് നമ്മൾ 24 ഏക്കർ സ്ഥലം അവിടെ ഒരു സിറ്റി തന്നെ ഉണ്ടാക്കാൻ വേണ്ടി ഏറ്റെടുത്തില്ല. അത് പണം കൊടുത്ത് വാങ്ങിയല്ല, അവിടുത്തെ പൊതുജനങ്ങൾ സൗജന്യമായി നൽകിയ ഭൂമിയാണ്. അവിടെ പോലും ഇത്രയും വർഷമായി ഇവിടുത്തെ മുൻകാലങ്ങളിലെ MLA-മാർക്ക് ഒരു പദ്ധതി ആരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ല. തിരൂരിൻ്റെ വികസനത്തിൽ കൃത്യമായിട്ടുള്ള മാർഗരേഖ നമുക്കുണ്ടായിരുന്നു. ഏറ്റവും ലോ കോസ്റ്റ് ഹൗസസ് എന്നുള്ള ഫ്ലാറ്റ് സമുച്ചയങ്ങൾ നിർമ്മിക്കാൻ അതിന് സ്ഥലം അക്വിസിഷന് പോകുമ്പോൾ അതിനെപ്പോലും തുരങ്കം വെച്ചവരാണ് ഇവർ. ആ കാലഘട്ടത്തിൽ കൂടെ ഇരുന്നുകൊണ്ട് തുരങ്കം വെച്ചവരാണ്. ഇപ്പോൾ ഈ സ്ഥലമെടുത്ത് അത് നടത്താൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇതെല്ലാം തന്നെ ഇതിൽ വരുന്നതാണ് സമഗ്ര വികസനത്തിലുള്ള മാസ്റ്റർ പ്ലാൻ നമ്മൾ നടപ്പിലാക്കും. അതിൽ അങ്ങ് പറയുന്ന ഇതെല്ലാം തന്നെ ഉൾപ്പെടും. ഇപ്പോൾ മുമ്പ് നമുക്കൊരു പദ്ധതി ഉണ്ടായിരുന്നു തിരൂർ ടൗണെ വികസിപ്പിക്കാൻ. താഴേപ്പാലത്ത് നിന്നും റെയിൽവേ ഓവർബ്രിഡ്ജിന് പകരം ചെമ്പ്ര ഭാഗത്തു കൂടി ഹൈവേയിലേക്കുള്ള പുതിയ റോഡ് നമ്മൾ ആ കാലത്ത് ഹൈവേ വരുമെന്ന് പറയുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അന്നത്തെ ഹൈവേയിലേക്ക് കണക്ടിവിറ്റി വേണം എന്ന് ഉള്ള പദ്ധതി നമ്മൾ ഉണ്ടാക്കിയവരാണ് നമ്മൾ. ഇവരുടെ ഇപ്പോൾ കിഫ്ബി വന്ന സമയത്ത് ഇത് യാഥാർത്ഥ്യമാക്കാമായിരുന്നു. എല്ലാ സ്ഥലങ്ങളിലും കോടിക്കണക്കിന് രൂപ അനുവദിച്ചു. ഗവൺമെൻറ് പദ്ധതി നല്ല പദ്ധതിയാണ്, പണം കൊടുക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ തീരുമാനം. അതുവരെ ഇവർക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ തിരൂരിന് കൃത്യമായ ഏറ്റവും വലിയൊരു ബൈപ്പാസ് നമുക്ക് ആവശ്യമാണ്. അതോടുകൂടി നഗരത്തെ വികസിപ്പിക്കാൻ കഴിയും. ഈ സിറ്റിയുടെ സാറ്റലൈറ്റ് സിറ്റികളായി വളരേണ്ടതാണ്. തൊട്ടടുത്തുള്ള എല്ലാ പഞ്ചായത്തും അഡ്ജോയിനിങ് പഞ്ചായത്തൊക്കെ തന്നെ. തിരൂർ നഗരത്തിന് ഏറ്റവും നല്ല ഒരു ആവശ്യമാണ് ഏറ്റവും നല്ലൊരു ബീച്ച്. അതില്ല, അതുണ്ടാവേണ്ടതെന്നുണ്ട്. അതിനോടനുബന്ധിച്ച് ജലയാത്രക്ക് സൗകര്യപ്രദമായ പുഴയെ അതിന് മാറ്റിയെടുക്കേണ്ടത്, പുഴയിലേക്ക് മാലിന്യം തള്ളുന്ന മുഴുവൻ സോഴ്സുകളും അടക്കേണ്ടതുണ്ട്. ആ ഒരു മേഖലയിൽ കൃത്യമായിട്ടുള്ള ഒരു തിരിച്ചറിവും കൃത്യമായ പ്ലാനിങ്ങും നമുക്കുണ്ട്. കാലാകാലങ്ങളിൽ തിരൂര് മാത്രം വികസിക്കുക എന്നുള്ളതല്ല സത്യത്തിൽ. അതുകൊണ്ട് പിന്നോക്കം പോയ ചില ആദവനാട് പഞ്ചായത്ത് അടിസ്ഥാനപരമായി ഒരു സൗകര്യമില്ലാത്തൊരു നാടാണ്. ഇപ്പോൾ വിളവന്നൂർ പഞ്ചായത്ത്, വെട്ടം പഞ്ചായത്ത്, അവിടെ ഉൾഭാഗങ്ങൾ ശോചനീയമാണ് കാര്യങ്ങൾ. തലക്കാട് പഞ്ചായത്ത്. അപ്പോൾ ഇവിടങ്ങളിലൊക്കെ തന്നെ നിരവധി കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. വലിയ രീതിയിൽ ഇടപെടേണ്ട പഞ്ചായത്തുകളാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട് ആദവനാട്, തിരുനാവായ, വെട്ടം, തലക്കാട്. അതിൽ കൽപ്പഞ്ചേരി കുറേ കൂടി പ്രവാസികളുള്ള സ്ഥലമായതുകൊണ്ട് കുറേ കൂടി കാര്യങ്ങളുണ്ട്. പക്ഷെ അവിടങ്ങളിൽ കൃത്യമായി ഇടപെടാൻ പലർക്കും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് ഏറ്റവും വലിയൊരു ഉദാഹരണം തിരൂർ റെയിൽവേ സ്റ്റേഷൻ. എത്രയോ വർഷം 1880 ആ കാലഘട്ടത്തിൽ വന്നതാണ്. അതിൽ ആദ്യം വന്നത് താനൂർ റെയിൽവേ സ്റ്റേഷനാണ്. താനൂർ റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ MLA ഫണ്ട് ഉപയോഗിച്ചാണ് ഇപ്പോൾ നവീകരിച്ചത്. കേരളത്തിലെ എല്ലാ റെയിൽവേ സ്റ്റേഷനിലും റെയിൽവേ നവീകരിച്ചു. അതിന് മുമ്പേ തന്നെ താനൂർ റെയിൽവേ സ്റ്റേഷൻ നവീകരിക്കാൻ പണം വെച്ചതാണ്. അത് നവീകരിച്ചത് നമ്മൾ MLA ഫണ്ട് ഉപയോഗിച്ചാണ്. തിരൂര് സംസ്ഥാനത്ത് തന്നെ ഏറ്റവും നല്ല ചെറുപട്ടണമായി വളരേണ്ട ഒരു സ്ഥലമാണ്. അവിടെ വേണ്ടത് എന്താ? പുറത്തുനിന്ന് വരാനുള്ള ആളുകൾക്ക് ഇറങ്ങാനുള്ള യാത്രാ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കണം. ഇവിടെ എത്ര വർഷങ്ങളായി ഇവിടെ MP-മാർ ജയിച്ചു പോകുന്നുണ്ട് മുസ്ലിം ലീഗിൻ്റെ. ഇന്നും 34 ട്രെയിനുകൾ നിർത്താതെ പോകുന്ന ഒരു റെയിൽവേ സ്റ്റേഷനാണ് തിരൂർ. അപ്പോൾ എത്ര കണ്ടവർ ശ്രദ്ധിച്ചു എന്നുള്ളതിൽ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ തിരൂരിൻ്റെ പൊതുവായ കാര്യങ്ങൾ മാത്രമല്ല, അഡ്ജോയിനിങ് പഞ്ചായത്തുകളായിട്ടുള്ള സാറ്റലൈറ്റ് പഞ്ചായത്തുകളായി ഇതിനെ വളർത്തിയാൽ മാത്രമേ ഒരു പട്ടണത്തിൻ്റെ വികസനം പൂർത്തീകരിക്കാൻ കഴിയും. അതാണ് നമ്മൾ താനൂരിൽ ഉദ്ദേശിച്ചു നടപ്പിലാക്കി വെച്ചു. തുടക്കം കുറിച്ച് കഴിഞ്ഞു. ഗ്രാമങ്ങളിൽ തന്നെ പട്ടണത്തിൻ്റെ സൗകര്യങ്ങൾ ഉണ്ടായിരിക്കണം. പക്ഷേ ഗ്രാമത്തിൻ്റെ സൗന്ദര്യം ഒരിക്കലും നഷ്ടപ്പെടുത്താൻ പാടില്ല. ആ ഒരു ക്ലസ്റ്റർ നമ്മൾ ഇപ്പോൾ നെറമരുതിലൊക്കെ നടപ്പിലാക്കി. ആ ഒരു ക്ലസ്റ്റർ സംവിധാനത്തിൽ ഇവിടെയും ചെയ്യേണ്ടതുണ്ട്. അതിന് കേന്ദ്ര വിഹിതമുണ്ട്. ഇപ്പോൾ തന്നെ തിരൂർ നഗരസഭയ്ക്ക് കിട്ടേണ്ട 1 രൂപയുടെ കേന്ദ്ര സഹായം കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. താനൂരിൽ നമ്മൾ 20 കോടിയുടെ പദ്ധതി, അവിടെ തന്നെ കുടിവെള്ള പദ്ധതി, അങ്ങനെ ധാരാളം കൊണ്ടുവന്നല്ലോ. അപ്പോൾ ഒരു ക്ലസ്റ്റർ സംവിധാനത്തിലൂടെ പഞ്ചായത്തുകളെ വികസിപ്പിക്കുക. അതിന് കേന്ദ്ര സഹായം ലഭ്യമാകേണ്ടതാണ്. അത് കിട്ടും. അതെല്ലാം തന്നെ കിട്ടുന്ന ഫണ്ടുകൾ ഏറ്റവും നല്ല രീതിയിൽ കൊണ്ടുവരികയും അത് ഉപയോഗിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. അത് സാധ്യമാവും. നമ്മൾ എക്സ്പീരിയൻസ് അതാണ്. തിരൂരിൻ്റെ മുനിസിപ്പൽ വൈസ് ചെയർമാൻ എന്ന രീതിയിൽ പ്രവർത്തിക്കുന്നതിന് ശേഷം താനൂർ മണ്ഡലത്തിൽ 2 ടേമുകളിൽ വിജയിച്ച് വളരെ സക്രിയമായി പ്രവർത്തിക്കുന്നു. വളരെ അപ്രതീക്ഷിതമായിട്ട് വീണ്ടും തിരൂർ മണ്ഡലത്തിലാണ് ഇത്തവണ ജനവിധി തേടുന്നത്. കേരളം പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുന്നതിന് വളരെ കുറച്ച് ദിവസങ്ങൾ കൂടി മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ ജന്മനാടായിട്ടുള്ള തിരൂരിലെ ജനങ്ങളോട്, തിരൂർക്കാരോട് എന്താണ് പറയാനുള്ളത്? നിങ്ങളും ഞാനും തിരൂരിൻ്റെ പഞ്ചായത്തുകളുടെ കാലത്തിനനുസരിച്ച് വളരാത്തിൽ വലിയ ദുഃഖമുള്ളവരാണ്. സത്യം എല്ലാവരുടെയും മനസ്സിലുള്ളതാണ്. എന്തുകൊണ്ട് ഞങ്ങൾക്കില്ല എന്നൊരു ചോദ്യം ചോദിക്കുന്നവരാണ്. ആ ചോദ്യം ചോദിക്കേണ്ടി വരില്ല. അതാണ് എൻ്റെ ഉറപ്പ്. അതുകൊണ്ടാണ് ഏറ്റവും നല്ല രീതിയിൽ ജയിച്ചു വരാവുന്ന ഒരു മണ്ഡലത്തെ മാറ്റി നിർത്തിക്കും. ഇവിടെ പലരും പറയുന്ന ഒരു വിജയസാധ്യതയില്ല. പക്ഷെ അതവിടെ ഇരിക്കട്ടെ. തിരൂർ ജനങ്ങൾ അത് ആഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായും നമ്മൾ ഇവിടെ ജയിക്കും. ഈ പറയുന്ന എല്ലാ അടിസ്ഥാന സൗകര്യ വികസനത്തിലും മുൻകൈ ഉണ്ടാവും. അത് നടപ്പിലാക്കുകയും ചെയ്യും. ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് അവരോട് പറയാനുള്ള. അവർ കൃത്യമായി അറിയാം. ചിലപ്പോൾ പ്രാദേശികവാദം എന്നൊക്കെ പറയാൻ പറ്റും.
പക്ഷേ അതൊന്നും എന്നെ സംബന്ധിച്ച് ഒരു കാര്യമല്ല. പ്രാദേശികവാദം തന്നെയാണ് ഇവിടെ വരിക എന്നുള്ളത്. ഈ വരുന്ന ഒരു ദൗത്യമാണ് എൻ്റെ. ആ ദൗത്യം നിർവഹിക്കുക എന്നുള്ളത്. തിരൂർ ജനങ്ങൾ എൻ്റെ കൂടെ, തിരൂർ മാത്രമല്ല തിരൂരിൻ്റെ പരിസര പഞ്ചായത്തുകളും എല്ലാം തന്നെ ആ ഒരു ദൗത്യത്തിൽ എൻ്റെ കൂടെ നിൽക്കും എന്നുള്ള പ്രതീക്ഷ എനിക്കുണ്ട്. ആ പ്രതീക്ഷ പൂർണ്ണമായും ജനങ്ങൾ സാക്ഷാത്കരിച്ചു. തിരൂരിൻ്റെ വികസന ഭൂപടത്തിൽ സ്വന്തമായൊരിടം അടയാളപ്പെടുത്താൻ വരുന്ന തെരഞ്ഞെടുപ്പോടുകൂടി താങ്കൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാ വിജയാശംസകളും. താങ്ക് യു.